ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് സ്വാഗതം. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള തിടുക്കത്തിലാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ് ഇന്ന് ശംഖുചക്രത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. കാരണം നമുക്കറിയാം അഞ്ജലിയും കൊണ്ട് അർജുൻ ശംഖുചക്രത്തിലാണുള്ളത്. അപ്പൊ ഇന്നലെ എപ്പിസോഡ് തീരുന്ന ഭാഗത്ത് നമ്മൾ കണ്ട സീൻ എന്ന് പറയുന്നത്, നേരം വെളുത്തു, അഞ്ജലി ജീപ്പിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ അഞ്ജലിക്ക് ശംഖുചക്രം കണ്ടപ്പോൾ എന്തൊക്കെയോ ചില ഓർമ്മകൾ വരികയാണ്. ഇത് ശംഖുചക്രമാണ് എന്ന ചില സംശയങ്ങൾ തോന്നുകയാണ്. അങ്ങനെയാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും നമുക്കറിയാം ആദ്യം അഞ്ജലിയും അർജുനെയും കാണുന്നത് അനുപമയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അനുപമ അപ്പോഴും അഞ്ജലിയെ കണ്ടിട്ടില്ല, അർജുനെയാണ് കാണുന്നത്. അർജുനോട് പറയുന്നത്, അർജുൻ നീ എന്ത് പരിപാടിയാണ് കാട്ടിയത്, അവളെയും കുട്ടി നീ എന്തിനു ഇങ്ങോട്ടേക്ക് വന്നത്, രാഘവനണി അങ്കിൾ അറിഞ്ഞ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്കറിയാലോ. അർജുൻ പറയും, എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്താണെങ്കിലും പോകില്ല ഇവിടുന്ന്, അഞ്ജലി ഇതാ ഇവിടെ തന്നെയുണ്ട്. അപ്പോഴാണ് അനുപമ അഞ്ജലിയെ കാണുന്നത്. അനുപമ ആകെ ഷോക്കടായി പോകും. എടി നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അഞ്ജലിയോട് ചോദിക്കും. അഞ്ജലി ഒന്നും മിണ്ടാനാകാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അഞ്ജലിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകുകയാണ്. അഞ്ജലി മനസ്സിലോർക്കുകയാണ്, ഈശ്വര താനൊരു വലിയ ചതിയിൽ ഞാൻ പെട്ടല്ലോ ഈശ്വര. ഇത് അഡ്വക്കേറ്റ് രാഘവനോടിയുടെ മകൻ അർജുനാണ്, അബിയുടെ അനിയൻ അർജുൻ. ഞാൻ ചതിക്കപ്പെട്ടു ഈശ്വര, ഞാൻ അഡ്വക്കേറ്റ് രാഘവനോണിയുടെ മകനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ മനസ്സിൽ നമ്മുടെ അഞ്ജലി പറയുകയാണ്. ആകെ മാനസികമായിട്ട് തകർന്നു നിൽക്കുകയാണ് കേട്ടോ അഞ്ജലി. അനുപമയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അഞ്ജലിയെയും കൂട്ടി അർജുൻ ശംഖുചക്രത്തിലേക്ക് എത്തുമെന്ന് വിചാരിച്ചില്ല. അനുപമ പറയുന്നുണ്ട്, അർജുൻ നീ വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്, അങ്കിള് വരുന്നതിന് മുമ്പ് നീ വേഗം ഇവിടുന്ന് പോകാനായിട്ട് നോക്ക്. അർജുൻ പറയും, ഇല്ല ഞാൻ എങ്ങോട്ടും പോകത്തില്ല, ഞാൻ താലി കെട്ടിയ പെണ്ണാണ് അഞ്ജലി, അവൾ ഇവിടെ തന്നെ താമസിക്കും, ഇതാണ് അവളുടെ, ഇനി മുതൽ അവളുടെ വീട് ഇതാണ്. അങ്ങനെ അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ സൗണ്ടും ഒച്ചപ്പാടൊക്കെ ഇട്ട് പതുക്കെ അകത്തുള്ളവരൊക്കെ പുറത്തേക്ക് വരികയാണ് എല്ലാവരും. അപ്പൊ ഓൾറെഡി നന്ദിനിയോട് നമ്മുടെ മുകുന്ദന്റെ ഭാര്യയോട് പറയുന്നുണ്ട്, ദേ പുറത്തെ കാര്യങ്ങളൊക്കെ. മുകുന്ദന്റെ ഭാര്യയാണ് കേട്ടോ ആദ്യം കാണുന്നത്. പുള്ളിക്കാരി അർജുനും അഞ്ജലിയും അനുപമയും എല്ലാവരും നിന്നിട്ട് ഈ ഒരു ടോക്ക് കാണുകയും ആകെ ഷോക്കഡായി പോവുകയും ചെയ്യും. അങ്ങനെ വേഗം അവർ ഓടിച്ചെന്ന് നന്ദിനിയോട് കാര്യങ്ങളൊക്കെ പറയും. ഈ ഒരു സംഭവം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവും. അതായത് അർജുൻ അഞ്ജലിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നുവെന്ന്, അതായത് രാഘവന്റെ ഏറ്റവും വലിയ ശത്രുവായ അഞ്ജലിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നുവെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഓടി പുറത്തേക്ക് വരും. എല്ലാവരും ഉണ്ട് കേട്ടോ, നമ്മുടെ ഗോവിന്ദനും ഭാര്യയും അതുപോലെ മുത്തശ്ശിയും നന്ദിനിയും എല്ലാവരും അവിടെ ഉണ്ട്. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? അതായത് നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ഈ ഒരു കാര്യം ഓർത്തിട്ട്, അതായത് തന്നെ ചതിക്കുകയായിരുന്നു അർജുൻ എന്നാണ് നമ്മുടെ അഞ്ജലി ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അഞ്ജലിയെ കുറ്റം പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് അഞ്ജലി ആകെ ഷോക്കടായി നിൽക്കുകയാണ്. അങ്ങനെ അഞ്ജലി വേഗം ചെന്ന് അർജുന്റെ ഷർട്ടിന് കയറി പിടിക്കും. അർജുൻ നീ രാജീവല്ല, അർജുനാണല്ലേ, നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ അർജുൻ, നീ വേറൊരു കള്ളപ്പേരിൽ എൻ്റെ അടുത്ത് വന്ന് നീ എന്നെ ചതിച്ചു, എന്തിനാണ് നീ എന്നോട് ഇത് ചെയ്തത്, എന്തിനാണ് നീ എന്നോട് ഇത് ചെയ്തത്. അങ്ങനെ വീണ്ടും റിപ്പീറ്റഡായി അഞ്ജലി ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടേ അർജുനോട് ഇരിക്കുകയാണ്. അർജുനാണെങ്കിൽ എന്തും മറുപടി പറയണമെന്ന് അറിയില്ല. അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നന്ദിനി മുത്തശ്ശി എല്ലാവരും ഓടി കിതച്ച് പുറത്തേക്ക് വരുന്നത്. നന്ദിനി പറയും അർജുൻ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ അർജുനും അഞ്ജലി ഇങ്ങനെ നോക്കും. അങ്ങനെ അർജുന്റെ അടുത്തേക്ക് വന്നിട്ട് നന്ദിനി പറയും, എടാ നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് നിനക്കറിയോ, നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ശത്രുവായ അഞ്ജലി നീ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, വേഗം നീ ഇവിടുന്ന് പോകാനായിട്ട് നോക്ക്. അർജുൻ പറയും, ഇല്ല എനിക്ക് പോകാൻ പറ്റത്തില്ല, ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണ്, എനിക്ക് ഇവിടെ കൊണ്ട് വേറെ എങ്ങോട്ടും പോകാനില്ല, എനിക്ക് ഇവിടെ ഈ വീട്ടിൽ അമ്മ കയറ്റിയേ പറ്റൂ, അമ്മ ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം, ഞങ്ങളെ ഈ വീട്ടിൽ കയറ്റണം. അങ്ങനെ അർജുൻ ഓരോന്നൊക്കെ പറയും. നന്ദിനി ആകെ പൊട്ടിത്തെറിച്ച് നിൽക്കണം. അർജുനെ നിനക്ക് വെളിവില്ലാതായോ, നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ അഞ്ജലി, അവളെ നീ കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കും, നിനക്ക് നാണമില്ലടാ. അങ്ങനെ നന്ദിനി ഓരോന്ന് ചോദിക്കുകയാണ്. അർജുൻ പറയും, ഇല്ല എനിക്ക് പറ്റത്തില്ല. നന്ദിനി നേരെ അടുത്തത് അഞ്ജലിയുടെ നേരെ തിരിയും. എടി നിനക്ക് എങ്ങനെയാടി ഈ ശംഖുചക്രത്തിലേക്ക് വരാനുള്ള ധൈര്യം വന്നത്? ഓ നിനക്ക് വലിയ പുളിങ്കമ്പ്, നിന്റെ ചേച്ചി പിടിച്ചതുപോലെ വലിയ പുളിങ്കമ്പൊക്കെ നീ പിടിച്ചു അല്ലേ, നീ ഞങ്ങളുടെ പയ്യനെ മയക്കിയെടുത്തു അല്ലേ, അർജുനെ നീ മയക്കിയെടുത്തു ഈ ശംഖുചക്രത്തിൽ വന്ന്, നിനക്കറിയാം നീ പത്മ കേസിൽ ജയിക്കില്ല എന്ന്, അപ്പൊ അത് ജയിക്കാൻ വേണ്ടിയിട്ട് നീ എൻ്റെ ചെറുക്കനെ കറക്കിയെടുത്ത് ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ. ഈ ഒരു അപമാനമൊക്കെ കേട്ട് നമ്മുടെ അഞ്ജലി സഹിച്ചു നിൽക്കുകയാണ്. അഞ്ജലിയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ നന്ദിനി നമ്മുടെ അഞ്ജലിയെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ കുറേയേറെ കാര്യങ്ങൾ പറയും. അവസാനം ഗതികെട്ട് അഞ്ജലി പറയും, എല്ലാവരും ഒന്ന് നിർത്ത്. അപ്പൊ ഇതിന് തൊട്ടുമുമ്പ് ഗോവിന്ദൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അർജുൻ അഞ്ജലിയും.
നന്ദിനി എന്തൊക്കെ കിടന്ന് പറയുന്നത്, അർജുൻ താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണാണ് അഞ്ജലി, അവൾ ഈ വീട്ടിൽ കയറ്റണം, അതാണ് ന്യായം. ഇവിടെ ചില നിയമങ്ങളുണ്ട് ഈ ലോകത്ത്. ഒരു പെണ്ണിനും ആണിനും ഒരുമിച്ച് ജീവിക്കാം, കല്യാണം കഴിച്ച് താമസിക്കാം, അതിന് ആരുടെയും പെർമിഷൻ ഒന്നും വേണ്ട, അവർ ഈ വീട്ടിൽ കയറ്റണം, അതാണ് ന്യായം എന്ന് പറയുന്നത്. നന്ദിനി എപ്പോഴും പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്ന കേസല്ല. രാഘവൻ വക്കീൽ അറിയുന്നതിന് മുമ്പായിട്ട് ഇവർ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. അങ്ങനെയൊക്കെ നന്ദിനി പറയും. ഗോവിന്ദൻ അപ്പോഴും പിന്നെ സപ്പോർട്ട് ചെയ്ത് പറയും. ഈ ഒരു സമയത്താണ് അഞ്ജലി ഇങ്ങനെ പറയുന്നത്, എല്ലാവരും നിർത്ത്, എല്ലാവരും പറയുന്നത് നിർത്ത്, എനിക്ക് ആദ്യം ചോദ്യം ചെയ്യിക്കാനുള്ളത് ഇയാളോടാണ്. അങ്ങനെ അർജുന്റെ നേരെ തിരിയും. എന്നിട്ട് അർജുനോട് പറയും, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ട് എന്നെ ചതിച്ചാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് അർജുൻ. നിങ്ങളൊരു കള്ളപ്പേരിൽ വന്ന് എൻ്റെ സ്നേഹം പിടിച്ചു പറ്റി, അങ്ങനെയാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഒരിക്കലും ഈ ശംഖചക്രത്തിലെ മകനാണ് താൻ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും തന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു, ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലാകും, അർജുൻ ഒരു കള്ളപ്പേരിൽ ചെന്നിട്ടാണ് അഞ്ജലിയെ വിവാഹം കഴിച്ചിട്ടുള്ളത്. രാഘവനുണ്ണിയുടെ മകനാണ് അർജുൻ എന്ന് അഞ്ജലിക്ക് അറിയില്ല എന്നും എല്ലാവർക്കും കാര്യം മനസ്സിലാകും. അങ്ങനെ അഞ്ജലി അർജുനെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു സമയത്ത് അനുഭവം വളരെയധികം മനസ്സിൽ സന്തോഷിക്കുകയാണ്. ഈശ്വര, ഞാനൊരു പൂ ചോദിച്ചിട്ട് അങ്ങൊരു പൂക്കാലം തന്നല്ലോ, അർജുന് വേണ്ടത് ഇവള് തന്നെ കൊടുത്തോളും, ഇവള് തന്നെ അർജുനെ ഉപേക്ഷിച്ചിട്ട് പൊക്കോളും. അത് അനുപമയ്ക്ക് ആവശ്യം എങ്ങനെയല്ല അഞ്ജലി അർജുൻ ഈ വീട്ടിൽ നിൽക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അനുപമ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അനുപമ വീണ്ടും സന്തോഷിക്കുകയാണ്. ഞാൻ ഇന്നും ആലോചിച്ചു, എപ്പോഴും ഈ കുറച്ച് സന്തോഷം നമുക്ക് തരും, പിന്നെ സന്തോഷം അനുപമയുടെ ഭാഗത്തേക്ക് പോകും. എപ്പോഴും വിജയിക്കുന്നത് അനുപമയാണോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇന്നും അങ്ങനെ കണ്ടപ്പോൾ ഒക്കെ തോന്നി, എന്തൊക്കെ തിരിച്ചടികൾ നേരിട്ടാലും കൂടുതൽ എപ്പോഴും സന്തോഷം കിട്ടുന്നത് അനുപമയ്ക്കാണ് എന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ അർജുനോട് നല്ല രീതിയിൽ അഞ്ജലി പറയാണ്, അങ്ങനെ എന്നെ ചതിച്ചാണ് താൻ എന്നെ വിവാഹം കഴിച്ചത്, ഒരിക്കലും ഈ ശംഖചക്രത്തിലേക്കാണെങ്കിൽ ഞാൻ ഒരിക്കലും തന്നെ പ്രേമിക്കത്തില്ലായിരുന്നു. അതിനുശേഷം അഞ്ജലി നന്ദിനിയോട് എല്ലാവരോടായിട്ട് പറയും, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്കറിയില്ലായിരുന്നു രാഘവൻ വക്കീലിന്റെ മകനാണ് ഈ അർജുൻ എന്നും, അർജുൻ എന്ന പേരിലല്ല എന്നെ പ്രണയിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രണയ കെണിയിൽ ഞാൻ വീണ് പോയത്, ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു, നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരില്ലായിരുന്നു, നിങ്ങളെല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം, ഞാൻ പോവാ, അഞ്ജലി ഇവിടുന്ന് പോവാ, ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് കയറില്ല, നിങ്ങൾക്ക് ആർക്കും ശല്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് അഞ്ജലി ഇറങ്ങി പോവുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഗോവിന്ദനൊക്കെ പറയുന്നുണ്ട് പോവല്ലേ അഞ്ജലി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അഞ്ജലി ഈ ഒരു കാര്യങ്ങളൊന്നും കേൾക്കാതെ അർജുന് സങ്കടത്തോടെയും ദേഷ്യത്തോടെ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അർജുൻ എത്ര പറഞ്ഞിട്ടും നിൽക്കത്തില്ല കേട്ടോ. അങ്ങനെ അഞ്ജലിയുടെ വഴിക്ക് പോകും. അർജുൻ പുറകെ ചെന്നിട്ട് ഒന്നും അഞ്ജലി നിൽക്കത്തില്ല. അങ്ങനെ അർജുൻ തിരിച്ചു വന്നിട്ട് നന്ദിനിയോട് പറയും, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, ഞാൻ ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ച് ഞാൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് അവളില്ലാത്ത വീട്ടിൽ എനിക്കും ഇനി നിൽക്കാനായിട്ട് പറ്റത്തില്ല. അഞ്ജലി ഈ വീട്ടിൽ തിരിച്ചു വരാതെ അർജുൻ ഒരിക്കലും ഈ ശംഖചക്രത്തിൽ താമസിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് അർജുനും ഇറങ്ങി പോകുന്ന ഒരു സീനാണ്. ഈ ഒരു സമയത്ത് കുറുപ്പും കൂടി അവിടെ വരികയാണ്. ഈശ്വര, ഒരവസ്ഥ ആലോചിച്ച് നോക്കി. ഇന്നലെ കണ്ടതുപോലെ അല്ല കേട്ടോ. ഇന്നലെ ഞാൻ പ്രൊമോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അർജുനും അഞ്ജലിയും നിൽക്കുന്ന ആ കറക്റ്റ് സമയത്ത് ഈ കുറിപ്പ് വരുമെന്നാണ്. പക്ഷെ ജസ്റ്റ് മിസ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ കുറിപ്പ് വരുന്ന സമയം അഞ്ജലി അർജുൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെ കുറിപ്പ് വരുന്നത് എന്തിനാണെന്ന് അറിയാലോ, ഹരീന്ദ്രൻ വക്കീല് അർജുനും അഞ്ജലിയും തമ്മിൽ പ്രേമത്തിലാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ അയാൾ വരും, കുറുപ്പിനെ കാണുമ്പോൾ കുറുപ്പ് എല്ലാവരെയും കാണും. പുറത്ത് കാണുമെന്ന് ചോദിക്കും, നിങ്ങൾ എല്ലാവരും എന്താണ് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ പറയും, ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്താണ്, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ അതിനുശേഷം കുറുപ്പ് പറയും, രാഘവൻ എവിടെയെന്ന് ചോദിക്കും. രാഘവൻ വക്കീല് മുകളിലുണ്ട്, കുറച്ച് അത്യാവശ്യ തിരക്കിലാണ് എന്ന് നന്ദിനി പറയും. അങ്ങനെ അയാളെ എനിക്കൊന്ന് കാണണം. അങ്ങനെ പറഞ്ഞിട്ട് കുറുപ്പ് മുകളിൽ ചെന്നിട്ട് കുറുപ്പ് രാഘവനോട് പറയാണ്, എടോ, തൻ്റെ അർജുൻ എൻ്റെ കാവ്യ എന്ന് ഇഷ്ടമല്ലാതെ അന്ന് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, അന്നേ തന്നോട് ഞാൻ പറഞ്ഞല്ലേ അവനൊരു ചുറ്റിക്കളി ഉണ്ട് എന്നത്. രാഘവൻ പറയും, എടോ, താൻ വളച്ചു കെട്ടില്ലാത്ത കാര്യം പറ, താൻ എന്ത് കാര്യം പറയുന്നത്? എടോ രാഘവ, തൻ്റെ മകൻ അർജുന് ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് ഞാൻ അന്നേ തന്നോട് പറഞ്ഞതല്ലേ, കൃത്യമായ തെളിവുകളോട് കൂടിയിട്ട് ഞാനിത് പറയുന്നത്. അന്നേ തന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, അഡ്വക്കേറ്റ് അഞ്ജലിയായിട്ട് പ്രണയം ഉണ്ട് എന്ന്. ആ ഒരു സംഭവം സത്യമാണോ? അർജുനും അഡ്വക്കേറ്റ് അഞ്ജലിയും തമ്മിൽ മുടിഞ്ഞ പ്രണയത്തിലാണ്. ഈ ഒരു കാര്യം കുറിപ്പ് പറയുമ്പോൾ ആകെ ഷോക്കഡായി നിൽക്കുന്ന രാഘവന്റെ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കാണാൻ കുറച്ച് സങ്കടമൊക്കെ തോന്നും, എന്നാലും നല്ലൊരു എപ്പിസോഡ് തന്നെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു
ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.